വനം വന്യജീവി സംരക്ഷണത്തിനുള്ള വിവിധ പദ്ധതികൾക്കായി 288.6 കോടി രൂപ വകയിരുത്തി സംസ്ഥാന ബജറ്റ്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി 100 കോടി രൂപയും വനസംരക്ഷണത്തിനായി 50 കോടി രൂപയുമാണ് പ്രത്യേകം പ്രഖ്യാപിച്ചത്. വന്യജീവി ആക്രമണങ്ങളെ സംസ്ഥാനത്തിന്റെ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിനും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും മുന്തിയ പരിഗണനയാണ് സംസ്ഥാന ബജറ്റിൽ നൽകിയിട്ടുള്ളത്. വനാതിർത്തി സർവേയും വനസംരക്ഷണവും എന്ന പദ്ധതിയുടെ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതിനായി 50 കോടി രൂപ വകയിരുത്തി. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 50.30 കോടി രൂപയും പ്രഖ്യാപിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾക്കായി 100 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. വന്യജീവി സംഘർഷങ്ങൾക്കുള്ള നഷ്ടപരിഹാരമായി രാജ്യത്ത് ഏറ്റവും ഉയർന്ന തുക നൽകുന്നത് കേരളമാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. സർ, വനവും വന്യജീവി സംരക്ഷണവും എന്ന മേഖലയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി 288.6 കോടി രൂപ വകയിരുത്തുന്നു. വന്യജീവി ആക്രമണങ്ങളെ സംസ്ഥാനത്തിന് പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ വന്യജീവി സംഘർഷങ്ങളുടെ നഷ്ടപരിഹാര തുക ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നവയിലൊന്നാണ് സർ. വനസംരക്ഷണ എന്ന പദ്ധതിയുടെ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതിന് 50 കോടി രൂപ വകയിരുത്തുന്നു. തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായിട്ട് 6 കോടി രൂപ വകയിരുത്തുന്നു. പ്ലാന്റേഷൻ സ്റ്റോക്ക് വർദ്ധിപ്പിച്ച് ഖജനാവിലേക്ക് മെച്ചപ്പെട്ട വരുമാനം ലക്ഷ്യമിടുന്ന വൻമരത്തോട്ടങ്ങൾ പദ്ധതി നടപ്പിലാക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തി. തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി 6 കോടി രൂപയും കോഴിക്കോട് ബയോളജിക്കൽ പാർക്കിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.